മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈ സമയം കൂടെ നിങ്ങളോട് കൂടി ദൈവവചനം പങ്കിടുവാൻ എന്നെ ഈ സന്ദർഭത്തിൽ കൂട്ടിവന്ന മഹത്വമുള്ള ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. നമുക്ക് ഇന്ന് ദൈവചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ഭാഗം സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വചനം വായിക്കാം. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. നമ്മളിവിടെ വായിക്കുന്നു, എൻ്റെ ദാസനാകിയ മോശെ എൻ്റെ ഗൃഹത്തിൽ എങ്ങും വിശ്വസ്തനായിരുന്നു. ഒരു നിമിഷം നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നാം ദൈവ സന്നിധിയിൽ വിശ്വസ്തരാണ്. ഇന്ന് ഈ ലോകം വിശ്വസ്തതയില്ലാതെയാണ് പരിപൂർണമായി നടക്കുന്നത്, നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ഈ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ആ ഒരു അതോറിറ്റിയാണ് ഇത്. അവൻ എൻ്റെ ഗൃഹത്തിലെങ്ങും വിശ്വസ്തനായിരുന്നു. ഇത് ഏത് സാഹചര്യത്തിൽ ദൈവം അങ്ങനെ പറയുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് മിറിയാമും അഹരോനും പറഞ്ഞ ആ കാര്യങ്ങളിൽ ദൈവം കൊടുക്കുന്ന ആ ഒരു സാക്ഷ്യമാണ് മോശെ എൻ്റെ ഗൃഹത്തിൽ എങ്ങും വിശ്വസ്തനായിരുന്നു. ആ വ്യക്തിജീവിതം, മോശയുടെ വ്യക്തിജീവിതം വ്യക്തമായി അറിയുന്ന ആ ദൈവം കൊടുക്കുന്ന ആ സാക്ഷ്യം. ദൈവമക്കളെ, നിങ്ങളും ഞാനും ഒരു കാര്യം മാത്രം ഓർക്കുക. നമ്മൾ ഏതെങ്കിലും കേൾക്കുന്ന കാര്യം വച്ച് ഇനി ഒരു വ്യക്തിയെ, അത് ദൈവദാസനാകാം, ദൈവവേലക്കാരനാകാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാകാം, നമുക്കറിയാവുന്നവരാകാം, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തതയല്ലാത്തതൊന്നും പറയരുത്. എന്നാൽ മോശയ്ക്ക് ദൈവം സാക്ഷി കൊടുക്കുന്ന, അവൻ എൻ്റെ ഗൃഹത്തിൽ എങ്ങും വിശ്വസ്തൻ. ഈ ഗൃഹത്തിൽ എങ്ങും വിശ്വസ്തൻ എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ദൈവം എന്തിനാ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഗൃഹത്തിൽ എങ്ങും അവൻ വിശ്വസ്തനാണ് എന്ന് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വചനങ്ങളൊന്ന് വായിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആമേൻ. നമ്മുടെ ശരീരമെന്ന് പറയുന്നത്, നമ്മുടെ ആവി ആത്മശരീരം, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം അങ്ങനെയാണ് വിചാരിക്കുന്നത്, എൻ്റെ ഗൃഹത്തിലെങ്ങും എൻ്റെ ദാസൻ മോശെ വിശ്വസ്തനാണ്. അപ്പം അവൻ ഈ ശരീരമെന്നെടുക്കുമ്പോൾ ഈ ശരീരത്തിലെ അവൻ വിശ്വസ്തനാണ്. അവൻ മീദിയാൻ ദേശത്ത് അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി ജീവിച്ചിരുന്ന ആ കാലം, അവിടെ ഒരു അന്യ സ്ത്രീയെ വിവാഹം ചെയ്തു എന്നാണ് ഇവർ രണ്ടുപേരും അയാളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ആ ദൈവത്തിന് അവൻ മീദിയാൻ ദേശത്ത് അത് ചെയ്തതും ദൈവ സാന്നിധ്യത്തിൽ എങ്ങനെയൊക്കെ അവൻ നടന്നതുമെല്ലാം അറിയാവുന്ന ആ ദൈവം വാക്ക് തരുന്ന, അവൻ എൻ്റെ ഗൃഹത്തിലെങ്ങും വിശ്വസ്തനായിരുന്നു. ആ അന്നത്തെ ദൈവം നമുക്ക് സാക്ഷിയായി പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആ സാക്ഷി കേൾക്കുമ്പോൾ
അതിന് പകരമായി പറഞ്ഞവർക്ക് കിട്ടിയത് കുഷ്ഠരോഗമെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ചിന്തിക്കേണ്ട ഈ കാര്യത്തിൽ നാം അതുപോലത്തെ ഒരു സാക്ഷ്യം എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവസമൂഹത്തിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ നമ്മൾ 70 ഏറിയാൽ 80 ഈ കാലഘട്ടമേ ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ എന്താണല്ലോ. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവൻ എൻ്റെ ഗ്രഹത്തിൽ വിശ്വസ്തനെന്ന് ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമുക്കൊരു സാക്ഷ്യം വാങ്ങിക്കാൻ പറ്റുമോ? കാര്യം ഇന്നത്തെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൽ വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയിൽ വിശ്വാസമില്ല, മക്കളിൽ ആർക്കും വിശ്വാസമില്ല. ആ നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഈ സഭകളിൽ കൂടെ വിശ്വാസിക്ക് ദൈവ വേലക്കാരനെ വിശ്വാസമില്ല, ദൈവ വേലക്കാരൻ വിശ്വാസികളെ വിശ്വാസമില്ല. അവർക്ക് ഉത്തമമായി അവൻ നടക്കുന്നുണ്ടോ? എൻ്റെ ഗ്രഹത്തിലെങ്ങും വിശ്വസ്തനായ മോശെ എന്ന് ദൈവം പറയുന്നത് പോലെ ഈ നമുക്ക് തന്ന ഈ ദൈവവേല നമ്മൾ വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുണ്ടോ? ദൈവം നമുക്ക് തന്ന ഈ കാര്യങ്ങൾ നാം വിശ്വസ്തയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്ത് നോക്കേണ്ടതാണ്. കാര്യം നാം ചെയ്യുന്ന ദൈവവേലയോ ദൈവത്തോട് കൂടിയിരിക്കുന്ന ഈ വിശ്വാസമോ നല്ലത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. നമുക്ക് തന്നെത്താൻ ശോധന ചെയ്ത് എൻ്റെ മുമ്പിൽ ന്യായ തീർപ്പിൽ നിന്ന് മാറിപ്പോവുക എന്നാണ് ഞാൻ വേദപുസ്തകത്തിലെ വായിക്കുന്നു. അതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്താൽ നമുക്കറിയാം ഞാൻ ഉത്തമനാണോ എന്ന്. എൻ്റെ അടുത്തിരിക്കുന്ന കുടുംബത്തിൽ പോലും ചോദിച്ചാൽ അറിയത്തില്ല, എനിക്കറിയാം. എന്നാൽ നമ്മൾ അത്രത്തോളം കൃത്യതയോടുകൂടെ ദൈവ സാന്നിധ്യത്തിൽ നിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് മോശയ്ക്കായി ദൈവം സാക്ഷ്യം പറയുന്ന അവൻ എൻ്റെ ഗ്രഹത്തിലെങ്ങും വിശ്വസ്തൻ. അയാളുടെ വ്യക്തി ജീവിതത്തിലെ ദൈവം അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞ്. എന്നാൽ തുടർന്ന് നാം അതിലെ മോശയെക്കുറിച്ച് കാണുമ്പോൾ ഈ വ്യക്തി ജീവിതങ്ങൾ പോയിട്ട് ആത്മാവിൽ ദൈവത്തോടു കൂടി എങ്ങനെ നിൽക്കുന്നു എന്ന് നാം തുടർന്ന് പരിശോധിച്ചാൽ പെട്ടെന്ന് നമുക്ക് തോന്നും അത് എന്താണ് ആത്മാവിലെന്ന്. നാം സംഗീതങ്ങളിലെ വായിക്കുന്നു, എൻ്റെ ആത്മാ മാംസത്തിലേക്ക് പോകുന്നു എന്ന് ഒരു ഭാഗത്തും, എൻ്റെ ആത്മാ മാൻ നീരോടകളിലേക്ക് പോകുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിലേക്ക് പോകുന്നുവെന്നും. ഇങ്ങനെ ഇരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളെ നാം പാർക്കുമ്പോൾ മോശെ എന്ത് ചെയ്തു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുമെങ്കിൽ എബ്രായർ ലേഖനം 11-ാം അധ്യായം 24-25 വചനം ഞാൻ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. ആമേൻ. ആ ഫറവോൻ്റെ മകൾ റാണിയുടെ മകനെന്ന് അറിയപ്പെടുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മകനെന്ന് പറഞ്ഞ് സങ്കടം അനുഭവിക്കുവാനും തയ്യാറായി എന്ന നിലയിലേക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ കാര്യം എന്താണോ വേണ്ടത് അത് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് നാം തുടർന്ന് ഉള്ള വേദഭാഗത്തിൽ വായിക്കുമ്പോൾ യേശയ്യാവ് 56-ാം അധ്യായം 7-ാം വചനം നമുക്കൊന്ന് വായിക്കാം. ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിൽ പ്രസാദമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. നമ്മളിപ്പോൾ വായിച്ച വചനം ആദ്യം നമ്മൾ നോക്കിയത് ആത്മശരീരമുള്ള നിൻ്റെ ശരീരം എൻ്റെ മന്ദിരമാണ്, അതിലെ മോശെ വിശ്വസ്തനാണ് എന്ന് ദൈവം സാക്ഷ്യം തന്നു. രണ്ടാമത് നാം ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ആലയം
എല്ലാ ജനത്തിനും വിശുദ്ധമായ ആ ആലയം പരലോകത്തിൻ്റെ അതേ മാതൃകയിലാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ ദൈവം ഈ ആലയത്തിൻ്റെ പണി മോശയെയാണ് ഏൽപ്പിക്കുന്നത്. യേശു ക്രിസ്തു 3.5 വർഷം ഈ ലോകത്തിലെ സുവിശേഷ ജീവിതത്തിലേക്ക് പോകുമ്പോൾ 30 വർഷമായിട്ട് ദൈവത്തിൻ്റെ പരീക്ഷണത്തിലായിരുന്നു. ഏത് സാഹചര്യത്തിലും പറയും, എൻ്റെ പിതാവ് പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യും. എന്ത് കാര്യവും അതിന് ഒരു മാറ്റം വരാത്ത രീതിയിൽ എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ അതേപോലെ തന്നെ മോശയുടെ അടുത്ത് ദൈവം ഈ മാതൃക കൊടുക്കുകയാണ്. ഈ ആലയത്തിൻ്റെ മാതൃക കൊടുത്തിട്ട് ഇത് മോശയുടെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യം, ഞാൻ മലമുകളിലെ നിൻ്റെ അടുത്ത് കാണിച്ച ആ കാര്യങ്ങളെ മാത്രം ചെയ്യുവാൻ നീ വളരെയധികം ശ്രദ്ധയോടുകൂടിയിരിക്കണം. അത് ഒരു അറിയിപ്പാണ്. നമുക്ക് നോക്കാം പ്രിയരെ, മോശെ എന്ന് പറഞ്ഞാൽ എഗിപ്തിലെ എല്ലാ കലകളും കറ്റ് അത്രത്തോളമുള്ള ഒരു ജ്ഞാനിയാണ്. അദ്ദേഹം ഒരു റാമസേസ് എന്ന ഒരു പട്ടണം തന്നെ കെട്ടിയതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ, ഇന്നത്തെ കാലത്തിൻ്റെ പേര് പറഞ്ഞാൽ അത് ഒരു വലിയ ആർക്കിടെക്റ്റാണ് മോശെ. എന്നാൽ മോശെ ഞാൻ വേദപുസ്തകത്തിൽ വായിക്കുന്ന കർത്താവ് തന്ന അതേ മാതൃകയിൽ പരിപൂർണമായി അതേ വിശ്വാസത്തിൽ തന്നെ ചെയ്തു എന്നതാണ്. അത്രത്തോളം കൃത്യതയോടുകൂടെ അവനത് ചെയ്തത് ഈ കാലഘട്ടത്ത് ഇന്ന് നമുക്കായി ദൈവം ഇതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ദൈവവേലക്കാരായിരിക്കാം, നിങ്ങൾ ദൈവമക്കളായിരിക്കാം. എന്നാൽ പല കാര്യങ്ങളും ഒരുപക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ചെയ്യുവാൻ സാധിക്കും. ഒരുപക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ആളുകളെയും കിട്ടും. എന്നാൽ എൻ്റെ ദൈവത്തിന് അത് ഹിതമാണോ എന്ന് ഒരു നിമിഷം നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടോ? പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കണം, ഒരു കാര്യം ചില നിറയെ ഇടങ്ങളിലെ ദൈവദാസന്മാരാണെങ്കിലും ദൈവവേലക്കാരാണെങ്കിലും അവർ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അത് അയ്യോ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയല്ലോ, ഇനി അത് എങ്ങനെയാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾ ചെയ്താൽ കാലാകാലവും അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരും. ദൈവഹിതം എന്താണോ അത് ചെയ്യണം. എല്ലാ ജ്ഞാനവും കെട്ടിടക്കലയിൽ ഉള്ള ആ മോശെ ദൈവം പറഞ്ഞ ആ കൂടാരം അതേ മാതൃകയിൽ അതേ നിലവാരത്തിൽ ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്യാതെ അവനത് ചെയ്യുമെങ്കിൽ, അത് മാത്രമല്ല അവന് അത് കൊടുപ്പാൻ പരലോക രാജ്യത്തിൻ്റെ അതേ രീതിയിൽ ഇവിടെ ചെയ്യുമ്പോൾ ആ പരലോകവും കൂടി അയാളെ എത്ര ടെസ്റ്റ് കഴിഞ്ഞ് വന്നിരിക്കണം, അത്രത്തോളം ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ മോശയെ ദൈവം പറയുന്നത്, എനിക്ക് എൻ്റെ ഗ്രഹത്തിലെല്ലാം അവൻ വിശ്വസ്തനാണെന്ന്. അങ്ങനെയുള്ള വിശ്വസ്തനായ ആ മോശെ തുടർന്നും ആ മോശയെക്കുറിച്ച് നാം ഇന്ന് ഈ ദൈവവചനത്തിൽ നമുക്കായി ഇത് എഴുതി വച്ചിരിക്കുന്നത്, നമ്മൾ നമ്മുടെ കാര്യങ്ങളിലെ വിശ്വസ്തയോട് കൂടിയിരിക്കുന്നു എന്നതാണ്. പ്രത്യേകമായി മറ്റൊരു കാര്യം, തുടർന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത് പോലെ മോശയുടെ കാര്യത്തിൽ നാം ഏത് കാര്യത്തിന് ലോകപ്രകാരമായ കാര്യത്തിൽ പോലും മോശയെക്കുറിച്ച് നാം പഠിക്കുമെങ്കിൽ, മോശെ ഈ കൂടാരം കെട്ടുമ്പോൾ ഒരുപാട് കാണിക്കകൾ വന്നു, ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ വളരെ അധികമായി അവിടെ വന്ന് മോശെ പറഞ്ഞ് മതി, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, ഇനി വേണ്ട എന്ന് പറഞ്ഞു. സലമോൻ പോലും ബാക്കിയുള്ളതെല്ലാം പല പട്ടണങ്ങളിലെ സൂക്ഷിച്ചു വെച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ മോശെ പറഞ്ഞ് ഇത് വേണ്ട, ഇവിടെ തന്നെ ആവശ്യത്തിൽ അധികമായി ഉണ്ട് എന്ന്. ദൈവ വേലക്കാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എത്രയോ കാണിക്കകളുണ്ട്, എത്രയോ സമ്പത്തുകൾ ദൈവം തന്നിട്ടുണ്ട്. എല്ലാം ദൈവത്തിന് നിരക്കുന്നത് പോലെയാണോ നാം ചെലവ് ചെയ്തത്? നാം നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നാം ദൈവത്തിന് വിശ്വസ്തരായിരുന്നോ? ദൈവം നമുക്ക് തന്ന ജോലിയിൽ ഞാൻ വിശ്വസ്തരായിരുന്നോ? ഈ ലോകത്തെ നമുക്കൊരു ജോലി തന്നാൽ ആ ജോലി എൻ്റെ ദൈവം തന്നതിന് വിശ്വസ്തയോട് കൂടി തന്നെ ഞാൻ ചെയ്യും എന്ന് നീ അത് ചെയ്തിട്ടുണ്ടോ?
നാം ഇന്ന് നോക്കുമ്പോൾ ഈ ലോകത്ത് നമുക്ക് വേദം വായിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇൻ്റർനെറ്റ് നോക്കാനാണ് സമയം. അതുപോലെ ബൈബിൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഫേസ്ബുക്കിനാണ് സമയം. ആളുകളെല്ലാം പറയുന്നതാണ്, ഞങ്ങൾക്ക് സമയമില്ല, ആരാധനയ്ക്ക് വരുവാൻ സമയമില്ല, ആരാധനയ്ക്ക് ഇവിടെ ഇരുന്ന് കിട്ടിയ നന്മകളെ പറയുവാൻ പോലും സമയമില്ല. മോശെ എൻ്റെ ഗ്രഹത്തിലെങ്ങും വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് മോശയെ ഇത്രത്തോളമുള്ള ഒരു വലിയ ഒരു പദ്ധതി ദൈവം ഏൽപ്പിച്ചത്. നമ്മളെ ആ സ്ഥാനത്ത് വെച്ച് നോക്കാം. ദൈവം നമുക്ക് എന്തെല്ലാം നന്മകളാണ് നമുക്ക് തന്നത്. നമുക്ക് തന്ന ആ കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസ്തയോടുകൂടി ചെയ്തിട്ടുണ്ടോ? അത് ദൈവം ഇന്ന് നമുക്ക് പകരം ഒരു സാക്ഷി പറയുമെങ്കിൽ ആ സാക്ഷി നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ തന്നെ കിട്ടുമോ എന്ന് നാം എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാം എല്ലാ സമയത്തും മറ്റുള്ളവരെ കുറ്റം പറയുവാനും ഇവരുടെ സാഹചര്യം കൊണ്ടാണ് എനിക്കിങ്ങനെ ആകാത്തതെന്നും എന്ന് പറയുന്നത് അല്ലാതെ നാം നമ്മളെ പരിശോധിച്ച് നോക്കണമെന്ന് ദൈവം നമ്മളുടെ അടുത്ത് ആഗ്രഹിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ദൈവം ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. എത്രയോ പേർക്ക് ഇല്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഈ സാഹചര്യങ്ങളെ കൊണ്ട് ദൈവനാമ മഹത്വത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അത് നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. ഈ ദൈവദാസന്മാരുടെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഞാൻ വെറുതെ വായിച്ചു വിട്ടു പോകാനല്ല. ദൈവം നമ്മളെ അതുപോലെ ഒരുക്കിയെടുക്കുവാൻ തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ദൈവം വച്ചിട്ടുള്ളത്. ഏത് കാര്യത്തിലും എങ്ങനെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലിരുന്നാലും ദൈവം നമുക്കെന്ന് നിശ്ചയിച്ച് തന്ന ആ കാര്യം ദൈവം നടത്തും. എല്ലാ കാര്യത്തിലും എല്ലാ നേരത്തിലും ദൈവം മോശയ്ക്കായിട്ട് നിന്നത് നാം അറിയുന്നു. മീദിയാൻ ദേശത്തിലെ പോയപ്പോഴും ഇവിടെ ഇരുന്ന് പോയപ്പോഴും എല്ലാ തവണകളിലും അങ്ങനെ പോയപ്പോൾ പ്രത്യേകമായി നാം ഒരു കാര്യം ഓർത്തു നോക്കേണ്ടത്, 10 തവണ ഇസ്രായേൽ ജനം മോശയുടെ അടുത്ത് ദൈവത്തിനെക്കുറിച്ച് പറയാമെന്ന്. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ആക്കി, ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, ഇത് പലതും പറഞ്ഞ് ദൈവജനം പലപ്പോഴും മോശയുടെ അടുത്ത് വന്ന് 10 തവണ ഇങ്ങനെ പലതും പറഞ്ഞ് ആ നിലയിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു തവണയെങ്കിലും അവർ ദൈവത്തിൻ്റെ അടുത്ത് മോശയെ ഞങ്ങൾക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ വികാരിയെ മാറ്റണം, ഈ ദൈവ വേലക്കാരനെ മാറ്റണം എന്ന ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 40 വർഷക്കാലം മീദിയാൻ ദേശത്തിലും അതുമായിട്ട് 40 വർഷത്തോളം ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീനിയർ പാസ്റ്റർ എന്ന നിലയിൽ മോശയ്ക്ക് എതിരായിട്ട് ആർക്കും ഒന്നും പറയുവാനില്ല. എന്തെന്ന് വെച്ചാൽ അവൻ എല്ലാ കാര്യത്തിലും വിശ്വസ്തനായിരുന്നു. ദൈവ സാന്നിധ്യത്തിലും ദൈവം ഏൽപ്പിച്ച ഓരോ കാര്യത്തിലും അവൻ പരിപൂർണമായ ആ വിശ്വസ്തതയിൽ ആയിരുന്നത് ദൈവം ഇവിടെ പറയുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യമായി നാം നോക്കുകയാണെങ്കിൽ മോശയ്ക്ക് ദൈവം സീനായ് മലയിലെ തന്ന ആ ന്യായപ്രമാണം, അത് ന്യായപ്രമാണത്തിൻ്റെ ആ കാര്യം പറയുന്നത് തന്നെ അഹരോൻ്റെ ന്യായപ്രമാണമെന്നാണ്. അഹരോനാണ് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രാർത്ഥനകൾ കഴിക്കേണ്ടതും ആ പാവം ഏറ്റുവാങ്ങിക്കേണ്ടതും ഇതെല്ലാം തന്നെ പറയുന്നത് അഹരോനാണ് അത് ചെയ്യേണ്ടത് എന്നാണ്. അങ്ങനെ നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ പറയുന്ന ആ കാര്യങ്ങൾ പോലും ദൈവം ഏൽപ്പിച്ചത് നമുക്ക് യാത്രാഗമം 28-ാം അധ്യായം 41-ാം വചനം വായിക്കുമ്പോൾ, അവ നിൻ്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവരെനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂർണവും ചെയ്ത് ശുദ്ധീകരിക്കണം. ആമേൻ. അടുത്ത 2000 വർഷത്തേക്ക് ഈ ഇസ്രായേൽ ജനം
ഏത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കണോ അത് അഹരോൻ്റെ ന്യായപ്രമാണം എന്ന് പറയുമ്പോഴും അവരെ പരിശുദ്ധപ്പെടുത്തി അവരെ നീ ഇതിന് നിയോഗിക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞ് ദൈവം മോശയെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക, എത്രത്തോളമുള്ള വിശ്വസ്തത ദൈവം അവനിൽ വച്ചിരുന്നെന്ന് നമുക്ക് ഇന്ന് നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ ചിന്തിക്കാം. ഈ കാര്യത്തിൽ ഇന്ന് നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവെങ്കിൽ നാം ശാരീരികമായ ആ ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി എന്ന് വയ്ക്കുക. അടുത്ത് തുടർന്നുള്ള ആ കാര്യത്തിൽ നാം ഏത് നിലയിൽ നിൽക്കുന്നു? ദൈവ സാന്നിധ്യത്തിൽ നാം കൂടുതൽ ചേർന്ന് നിൽക്കുന്നുവോ? നമ്മളെ ദൈവം എന്നെങ്കിലും ഇവൻ എൻ്റെ ഗ്രഹത്തിൽ വിശ്വസ്തനാണെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ ശോധന ചെയ്ത് നോക്കേണ്ടതല്ലേ? ദൈവം ഇന്ന് നിങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തും ആഗ്രഹിക്കുന്നത് ഒക്കെയും ഇത് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ അവനെ വിശ്വസ്തയോടുകൂടി, അവൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യം വിശ്വസ്തയോടുകൂടി ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഏത് പ്രതികൂലത്തിലും കാത്തു പരിപാലിപ്പാൻ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലിരുന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കുത്തത്തം തന്നിട്ടുള്ളവനാണ്. ആ വാക്കുമാറാതെ ദൈവം ഇന്ന് നിങ്ങളുടെ മത്തിയിലുണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും ഓർത്തു നോക്കുക. എവിടെയും ഏത് സാഹചര്യത്തിലും ഞാൻ എവിടെയൊക്കെ എൻ്റെ ദൈവം തന്ന കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി ചെയ്തു, എവിടെയൊക്കെ എനിക്ക് വിട്ടുപോയതാണ് അത് ഞാൻ ഇന്ന് തിരുത്തുവാൻ തയ്യാറാണ്. നിങ്ങൾക്കും എനിക്കും ജീവിതത്തിലെ വന്ന പാളിച്ചകൾ ഏതെങ്കിലും ഉണ്ട് എന്ന് ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ, മോശയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ അത് ചിന്തിച്ചുവെങ്കിൽ, മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചുവെങ്കിൽ ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളെ താഴ്ത്തുക. നീ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഇനി ഞാൻ വിശ്വസ്തയോടുകൂടി ചെയ്യും. ഇന്നെന്ന ഇടങ്ങളിൽ എനിക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, ഇന്നെന്ന ഇടത്തിൽ നീ പ്രതീക്ഷിച്ചതിലും അധികമായി ചെയ്യുവാൻ ഞാൻ എൻ്റെ സ്വയത്തെ ചേർത്ത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നാം മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. കാര്യം ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ നമ്മൾ ആദ്യമായി ഒരു ആരാധന തുടങ്ങുമ്പോൾ ദൈവദാസൻ പുൽപിറ്റിൽ കയറി നിന്ന് അവസാനം അനുഗ്രഹം പറയുന്നത് വരെയിലും ദൈവാത്മാവിൻ്റെ അഭിഷേകം അവിടെ നിറഞ്ഞു നിൽക്കണമെന്നാണ്. അവിടെ വ്യക്തികളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ വരുവാൻ പാടില്ല. ആ നിലയിൽ ദൈവദാസന്മാരും വന്നിരിക്കുന്ന വിശ്വാസികളും അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ദൈവം വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ്, നീ ദൈവവേലക്കാരാ, ഞാൻ നിനക്ക് തന്ന വിശ്വാസികളുടെ അടുത്ത് നീ വിശ്വസ്തയോടുകൂടിയിരിക്കുന്നു. വിശ്വാസികളുടെ അടുത്തും ദൈവം ചോദിക്കുന്നുണ്ട്, നിനക്കായി ഞാനൊരു ദൈവവേലക്കാരനെ തന്നിട്ടുണ്ട്, നിനക്കായി പ്രാർത്ഥിക്കുവാൻ, നിനക്ക് എൻ്റെ കാര്യങ്ങളെ പറഞ്ഞു തരുവാൻ ഞാനൊരു ദൈവവേലക്കാരനെ തന്നിട്ടുണ്ട്. ആ ദൈവവേലക്കാരനോട് കൂടി ചേർന്ന് നീ ആ ദൈവവേലക്കാരന് വിശ്വസ്തയോടുകൂടി ഇരിക്കുന്നു. അങ്ങനെ വിശ്വസ്തയോടുകൂടി ഇരുന്നാൽ നിന്നെ ഞാൻ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ദൈവം ഈ സമയത്ത് നമുക്ക് വാക്ക് തരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ ആയിത്തീരട്ടെ, ഒരു പ്രശ്നവുമില്ല. ദൈവം അവൻ ഒരു നാളും വാക്കുമാറാത്തവനാണ്. എന്നെ വിശ്വസിക്കുന്ന നീ അതേപോലെ തന്നെ ഞാൻ ചെയ്തു തരുമെന്ന്. ഇന്ന് എന്ത് പ്രതികൂലമായിക്കോട്ടെ, ആ പ്രതികൂലങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. എന്നാന്ന് വെച്ചാൽ ആ പ്രതികൂലങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന, നിങ്ങളുടെ ഏത് ദുഃഖത്തെയും സന്തോഷമാക്കി തീർക്കുന്ന ദൈവം നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കൂടെ ചേർന്ന് നിങ്ങളും ആ വിശ്വസ്തനായ ദൈവത്തെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റുവാൻ അവൻ സർവശക്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ ദൈവമക്കളോട് കൂടി ചേർന്ന് നിന്നെ ഒരിക്കൽ കൂടി സ്തുതിക്കുവാൻ സ്തോത്രിക്കുവാനും തന്ന നല്ല സമയത്തിനായി സ്തോത്രമപ്പ. ഞങ്ങളുടെ ജീവിതത്തിലും നീ മോശയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇവൻ വിശ്വസ്തനെന്ന് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിൻ്റെ ഗ്രഹത്തിലെ വിശ്വസ്തത ഞങ്ങളിലും വരണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ദൈവം ഇടപെടണം. ഇന്ന് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവജനങ്ങളിൽ
പ്രതികൂലങ്ങൾക്ക് മത്തിയിലെ, കടൻ ഭാരങ്ങൾക്ക് മത്തിയിലെ രോഗ സൗഖ്യത്തിനായി കേഴുന്ന പല പല വ്യക്തികൾ ഉള്ളത് ഞാൻ അറിയുന്നു കർത്താവേ. നിന്റെ തൃക്കരം അവരുടെ മേലിൽ ഇറങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു രാജാ. നിന്റെ മഹാകൃപയും തിരുസുമുഖം ഞങ്ങളെ തുടർന്നും നയിക്കട്ടെ, നടത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ഒരു വിഷയവുമായി അടുത്ത ആഴ്ച നാം കാണുന്നവരെ ദൈവ സാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.